I don't know what happened in between. My connection was lost. Muhammad, I couldn't hear you. Can you please explain it one more time? Kabir practicing Mm. start ചെയ്തു 18 April 1981. Yes. അതിൽ നിന്ന് അവൻ ഒഴിവായത് 18 July Mm. 2010 Okay. അത്ര വരെ ഓന്റെ പ്രാക്ടീസിങ് നീണ്ടു നിന്നു. Okay. എത്ര നാള് അവന് ലോയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്തു വർക്ക് ചെയ്തു എന്നല്ലേ? Okay. So look at the question. In this question, the start date and end date having different year. അല്ലേ? സ്റ്റാർട്ട് ചെയ്ത് 1981 എൻഡ് ചെയ്തത് 2010 ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഓരോരോ മന്ത് എടുത്ത് നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്ന മെത്തേഡ് അത്ര ഈസി അല്ല. നമ്മൾ ആ വഴി ചെയ്യാൻ പറ്റും, പക്ഷെ അത് നമ്മൾ 1981 ആ ഇയർ കൺസിഡർ ചെയ്യണം, അതിൽ ടോട്ടൽ നമ്പർ കാണണം. പിന്നെ 1982 കൺസിഡർ ചെയ്യണം, അതിൽ ടോട്ടൽ നമ്പർ കാണണം. അത് കുറച്ചധികം ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് അതിലും ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 7. See, the start date is on 18th April 1981. He started practicing law on 18th April 1981. Okay, he quit the job on 18th July 2010. എന്നുവെച്ചാൽ ആ ജോബ് ഉപേക്ഷിച്ചത് 18 ജൂലൈ 2010 അല്ലേ? സോ നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ആൻസർ. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താ? ഇപ്പോൾ 1981 2010 നമ്മൾ മെത്തേഡ് ഇങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ ആ എത്ര വർഷം അവൻ വർക്ക് ചെയ്തു എന്ന് കണ്ടുപിടിക്കും. ആഫ്റ്റർ ദാറ്റ് നമ്പർ ഓഫ് മന്ത്, ആ വർഷം കഴിഞ്ഞിട്ട് ഉള്ള മന്ത്സ്, എത്ര മന്ത്സ്, ആ ഇത്ര വർഷം കഴിഞ്ഞ് എത്ര മാസം കൂടെ അവൻ വർക്ക് ചെയ്തു എന്ന് കണ്ടുപിടിക്കും. ആ മന്ത്സും കഴിഞ്ഞ് ഇയർ കണ്ടുപിടിച്ചും മന്തും കണ്ടുപിടിച്ച് എത്ര ഡേയ്സ് കൂടെ വർക്ക് ചെയ്തു എന്ന് നമ്മൾ കണ്ടുപിടിക്കും. ആ മെത്തേഡ് ആണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഇയേഴ്സ്, ആഫ്റ്റർ ദാറ്റ് നമ്പർ ഓഫ് മന്ത്സ്, ആഫ്റ്റർ ദാറ്റ് നമ്പർ ഓഫ് ഡേയ്സ്. ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതുന്നതായിരിക്കും അതിന്റെ ഫൈനൽ ആൻസർ. Josie, where are you looking at? Is there anything? You're dreaming, daydreaming. Okay, let's start. Number of years from 18 April to 17th April 2010. നമ്മൾ ഇയർ കണ്ടുപിടിക്കും. ഇപ്പം ഒരു സംഭവം, ഇപ്പൊ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കാണില്ലേ? അപ്പൊ നമ്മൾ ജനിച്ച ദിവസം തൊട്ട് അടുത്ത വർഷം ആ ജനിച്ച ദിവസം ആവുമ്പല്ലേ നമുക്ക് ഒരു വർഷം കംപ്ലീറ്റ്, ഒരു വയസ്സ് കംപ്ലീറ്റ് ആവുന്നത് ഇല്ലേ? സെയിം മന്ത് നെക്സ്റ്റ് ഇയറിൽ സെയിം മന്തിൽ സെയിം ഡേ വെച്ചിട്ടില്ലേ നമ്മൾ ഒരു വൺ ഇയർ കംപ്ലീറ്റ് ആയെന്ന് പറയാം. യെസ്, അതേ മെത്തേഡിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് 18 April 1981 ആണ്. എൻഡ് ചെയ്തത് 2010 ജൂലൈയിലാണ്. ഈ ജൂലൈ എന്ന് പറയുന്നത് ഏപ്രിലിന് ശേഷം വരുന്നതല്ലേ? 2010 ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അല്ലേ? അപ്പൊ 2010 ജൂലൈ ഏപ്രിലിന് ശേഷം വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാ? 12:15. Okay, I'll be continuing that class too. Okay, now we have 10 minutes left for this class. Okay, let's continue. അപ്പോൾ നമ്മൾ 18 April 1981 തൊട്ട് 17th April 2010 വരെ കൺസിഡർ ചെയ്യും. സെയിം ഡേ ഇൻ സെയിം ഒരു മന്തിൽ ഒരു ഡേ കുറവ് തൊട്ട് മുമ്പ് വരെ, 18 ഏപ്രിൽ തൊട്ട് 17 ഏപ്രിൽ വരെ. പക്ഷെ ഇയർ സെയിം ആണ്. ഇവിടെ തന്ന അതേ ഇയർ ആണ് കൺസിഡർ ചെയ്തത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ 2010 നമ്മൾ എടുക്കാൻ കാരണം ഈ ജൂലൈ ഏപ്രിലിന് ശേഷം വരുന്നത് കൊണ്ടാണ്. ഏപ്രിൽ മുമ്പായിരുന്നു വന്നതെങ്കിലുണ്ട്, ഇപ്പൊ നമ്മളൊരു ഏപ്രിലിന് മുമ്പ് വരുന്ന ഏതാ, മാർച്ച് ഒക്കെ ആയിരുന്നുവെങ്കിൽ നമ്മളവിടെ 2009 എഴുതത്തുള്ളൂ. ഇത് ജൂലൈ ഏപ്രിലിന് ശേഷം വന്നുകൊണ്ട് നമ്മൾ തന്ന ഇയർ അതേപോലെ എഴുതി. ഓക്കെ, മനസ്സിലായോ? എഴുതാത്തവര് നോട്ടിലേക്ക് എഴുതിക്കോട്ടെ. ഇപ്പൊ എഴുതണ്ട, ഞാൻ നിങ്ങൾക്കിത് ഗ്രൂപ്പിൽ അയച്ചു തരാം, എന്നിട്ട് നിങ്ങൾ അത് എഴുതിയാൽ മതി. ഓക്കെ,
number of years from 18th April 1981 to 17th April 2010. ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ഇത് ഇങ്ങനെ എഴുതിയാൽ മതി. സ്റ്റാർട്ട് ഡേറ്റ് അതേപോലെ എഴുതുക, എൻഡ് ഡേറ്റ് പിന്നെ ഇയർ കാണുന്നതിന്റെ രണ്ടാമത്തെ ഡേറ്റ് എഴുതുമ്പോൾ ഈ ഡേറ്റിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് ഇവിടെ എഴുതുക. 17th April ആയി, മന്ത് അതേപോലെ എഴുതുക. ഇയർ എഴുതുമ്പോൾ ഈ തന്നിരിക്കുന്ന മന്ത് എന്താ പറയുക കഴിഞ്ഞിട്ടാണോ ഈ ജൂലൈ, ഇപ്പം ഏപ്രിൽ കഴിഞ്ഞല്ലേ ജൂലൈ വരാം, അപ്പൊ 2010 എന്ന് എഴുതുക. ഇനി ജൂലൈ വരുന്നത് ഏപ്രിലിന് മുമ്പായിരുന്നുവെങ്കിൽ എന്നുവെച്ചാൽ മാർച്ച് എങ്ങാനായിരുന്നെങ്കിൽ നമുക്ക് 2009, കാരണം 2010 ഏപ്രിൽ വരുന്നില്ലല്ലോ, മാർച്ച് കൊണ്ട് അവൻ മാർച്ച് എന്നുവെച്ചാൽ ഏപ്രിലിന് മുമ്പേ മാർച്ചിൽ അവൻ ജോലി ഉപേക്ഷിച്ചല്ലോ, അപ്പൊ ഏപ്രിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ. അങ്ങനെ അത് 2009 ഏപ്രിലായിട്ട് മാറും. പക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം ജൂലൈ കംസ് ആഫ്റ്റർ ഏപ്രിൽ, റൈറ്റ്? സോ ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് വേറെ ടെൻഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഡു ദ സബ്ട്രാക്ഷൻ. ഏതെന്ന് നമ്മള് 2010 നിന്ന് 17 April 2010 നമ്മൾ എഴുതിയില്ലേ, ആ 2010 നിന്ന് 1981 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര വർഷം അവൻ വർക്ക് ചെയ്തു എന്നുള്ളത് കിട്ടും. 2010 minus 1981 equal to 29 years. He worked as a lawyer for 29 years. പക്ഷെ നമ്മുടെ ഈ 29 years കൊണ്ട് നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം നമ്മൾ 17th April 2010 വരെ ഇപ്പൊ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. 17th April കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ വരെ, ജൂലൈ വരെ കൺസിഡർ ചെയ്യാനുണ്ട് അല്ലേ? 2010 ജൂലൈ വരെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് വി ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഇയേഴ്സ്. മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? ഡു യു ഹാവ് എനി ഡൗട്ട്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അവിടെ 70 April 2010 എന്നല്ലേ? അതെ അതെ. 18 ജൂലൈ അല്ലേ? 18 ജൂലൈ അല്ല, കാരണം നമ്മൾ ഏപ്രിൽ ടു ഇപ്പൊ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ ഇനി എനിക്കിപ്പം 26 ഇയേഴ്സ് ആയി. ഇപ്പൊ ഞാൻ 27 ആവണമെങ്കിൽ അടുത്ത 2022 April 25 വരെ ഞാൻ നോക്കണ്ടേ? 25 അല്ല, തൊട്ട് മുമ്പുള്ള ഡേ വരെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പറയാം. എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് കിട്ടണം നമുക്ക്. വെച്ചാല് ഈ ഒരു ദിവസം എവിടുന്ന് തുടങ്ങിയോ അത് തന്നെ എത്തുമ്പോഴേ നമുക്കത് ഒരു ഫുൾ സർക്കിൾ പോലെ വരില്ലേ? വെച്ചാല് ഇപ്പൊ സ്റ്റാർട്ട് ഡേറ്റ് തൊട്ട് വീണ്ടും അതേ സെയിം ഏതെങ്കിലും ഒരു വർഷമായിരിക്കാം, പക്ഷെ അതേ മന്തിൽ അതേ ഡേറ്റ് എത്തുമ്പോഴേ നമുക്കൊരു വർഷം കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ 17 April 2010 വരെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർഷം കാണാൻ പറ്റും. പിന്നെ കുറച്ച് ചില്ലറ മാസങ്ങളും ചില്ലറ ഡേയ്സും കൂടെ കാണും. അത് നമ്മൾ വഴിയായിട്ട് സ്റ്റെപ്പ് ആയിട്ട് കാണും. ഫസ്റ്റ് നമ്മൾ ഏറ്റവും വലിയ വാല്യൂ ഇയർ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതാം. സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ അതേപോലെ എഴുതും. പിന്നെ നമ്മൾ ഇയർ കാണാൻ വേണ്ടി വെച്ചാൽ 17 April അതേ മാസവും അതേ ഡേറ്റും അതേ മാസവും അതേ ഡേറ്റിന് തൊട്ട് മുമ്പുള്ള ഡേ വരെ വെച്ചിട്ടാണ് നമ്മൾ ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം. 18 April 1981 വെച്ച് നോക്കുമ്പോൾ പിന്നെ അത് ഒരു വർഷം ആവണമെങ്കിൽ എത്രയാ? 1982 April 18 വരുമ്പോഴല്ലേ ഒരു വർഷം ആയത് അയാൾ ജോലി കയറിയിട്ട്. ദെൻ 1983 April 18 വരുമ്പോൾ അങ്ങനെ ജോലി കയറിയിട്ട് 2 years ആയി. Then 1984 April 18 എത്തുമ്പോൾ 3 years ആയി. അങ്ങനെ ഈ 17th വരെ കൺസിഡർ ചെയ്യുന്ന വെച്ചാൽ ആ ഡേ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ദിവസം എക്സ്ട്രാ വരും. അതുകൊണ്ടാണ് തൊട്ട് മുമ്പ് വരെയുള്ള ഡേ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇയർ കണ്ടുപിടിച്ചു. ഇനി നോക്ക്, നമ്മൾ കണ്ടുപിടിച്ചത് എവിടെ? 17 April 2010 വരെ നമ്മൾ ഇതുവരെ നോക്കിയുള്ളൂ. ശരിക്കും നമ്മൾ അങ്ങനെ ജോലി ഉപേക്ഷിച്ചത് 18 July 2010 എന്ന് കഴിഞ്ഞാൽ ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ്യും ജൂണും ജൂലൈയും അങ്ങേര് വർക്ക് ചെയ്തു അല്ലേ? അതും കൂടെ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ഇപ്പൊ 29 ഇയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അത് ഇയേഴ്സിൽ അയാൾ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും ഡേയ്സും മന്ത്സും അവിടെ കിടപ്പുണ്ട് അല്ലേ? അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ നമ്പർ ഓഫ് മന്ത്സ് കാണാൻ പോവാ. ഇനി എത്ര മാസം കൂടി അയാൾ ജോലി ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ പോവാ അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മന്ത്സ് ഫ്രോം എവിടം തൊട്ട്?
നമ്മൾ കൺസിഡർ ചെയ്ത 17 April 2010 ഇല്ലേ, അവിടം തൊട്ട് ദ നമ്പർ ഓഫ് മന്ത്സ് 17 April 2010 അതിന് ശേഷമുള്ളതല്ലേ നമുക്ക് ഇനി കാണേണ്ടത്. അതുവരെയുള്ളത് നമ്മൾ ഇയേഴ്സിൽ ഇൻക്ലൂഡഡ് ആയി. ഇനി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഇനി നമ്മൾ number of months from 17 April 2010 to 17th July 2010. അല്ല, യെസ്, പുറത്തെവിടെയാ മോനെ? ഓക്കെ, 17 വരെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് 29 ഇയേഴ്സ് ആയില്ലേ. അപ്പൊ 79 April കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ എന്താ, 18th April 2010 ആണ് അല്ലേ. അപ്പൊ നമ്മൾ 18th April തൊട്ട് നമുക്ക് തന്ന ജൂലൈ 2010 വരെ. ഇനി നമുക്ക് മറ്റേ നമ്പർ ഓഫ് എന്താ പറയാ, ഫസ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ മെത്തേഡ് ഇല്ലേ, ഏകദേശം ആ മെത്തേഡാണ്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വെച്ചാല് 18th April 2010 18th April സ്റ്റാർട്ട് ചെയ്യാണ്. അത് തൊട്ട് 17th July വരെ എത്ര മാസം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോവാം. നോക്കിക്കോ, 18th April 2010 തൊട്ട് മെയ് 17 ആവുമ്പത്തേനും 1 month കംപ്ലീറ്റ് ആയി ഇല്ലേ. ആഫ്റ്റർ ദാറ്റ് ഏപ്രിൽ കഴിഞ്ഞ മെയ് ജൂൺ അല്ലേ. 18 April തൊട്ട് മെയ് ജൂൺ, ജൂൺ 18th ആവുമ്പത്തേനും 2 months കംപ്ലീറ്റ് ആയി. ജൂൺ കഴിഞ്ഞിട്ട് ഏതാ, ജൂലൈ അല്ലേ. അപ്പൊ 18th April 2010 തൊട്ട് 17 July വരെ ആവുമ്പോ 3 months കംപ്ലീറ്റ് ആയി. 18th April 2010 സ്റ്റാർട്ട് ചെയ്തു, മെയ് 17th ആവുമ്പോ ഫസ്റ്റ് മന്ത് ആയി, ജൂൺ 17th ആവുമ്പോ സെക്കൻഡ് മന്ത് ആയി, ജൂലൈ 17th ആവുമ്പോ തേർഡ് മന്ത് ആയി അല്ലേ. അപ്പൊ എത്ര മാസം കൂടെ കപിൽ വർക്ക് ചെയ്തു? 3 months. ഏപ്രിൽ മെയ്, ഏപ്രിലിൽ തുടങ്ങിയതുകൊണ്ട് ഏപ്രിൽ നമ്മൾ പറയില്ല. ഏപ്രിലിന് ശേഷം മെയ് ആവുമ്പോഴല്ലേ 1 month കംപ്ലീറ്റ് ആവാം. ജോസിക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നല്ലോ. ഓക്കെ, ഏപ്രിൽ കഴിഞ്ഞ് മെയ് ആവുമ്പോ ഒരു മാസമായി, മെയ് കഴിഞ്ഞ് ജൂൺ ആവുമ്പോ അടുത്ത മാസമായി, ജൂലൈ ആയപ്പോ അടുത്ത മാസമായി അല്ലേ. അപ്പൊ 3 months കൂടെ, അപ്പൊ 29 years 3 months അങ്ങനെ വർക്ക് ചെയ്തു. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ 17 July മാത്രല്ലേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. 17 July വരെ നോക്കുമ്പോ വെച്ചാൽ നമ്മൾ 18th April സ്റ്റാർട്ട് ഡേറ്റ് വെച്ച് 17 July 2010 വരെ നോക്കുമ്പോ 2 years 3 months നമുക്ക് കിട്ടി ഇല്ലേ. 2 വർഷവും 3 മാസവും കിട്ടി ഇല്ലേ. സ്റ്റാർട്ട് ഡേറ്റ് തൊട്ട്